ഹായ്, എല്ലാവർക്കും നമസ്കാരം. മൈ ഷെഫ്സ് ഫ്ലേവേഴ്സിലേക്ക് ഞാനിന്ന് ഉണ്ടാക്കുന്ന എൻ്റെ മലപ്പുറത്ത് എൻ്റെ ഉമ്മച്ചിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചട്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 കിലോ വേളൂരി മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതിൻ്റെ കണക്കാണ് എടുക്കുന്നത്. ഒരു ചെറിയ തക്കാളി, എന്നിട്ട് അതിനകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കും. പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണേ, അപ്പോൾ പുളിയൊക്കെ ഇറങ്ങി വരും. പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കൂടുതൽ മസാലയൊന്നും ഇടരുത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് ഉലുവപ്പൊടി ചേർത്ത് ഇതിനകത്ത് എന്നുവെച്ചാൽ ഇഞ്ചിയൊന്നും ചേർത്താൻ വെച്ചാൽ മലപ്പുറം നാടൻ മീൻ കറി വയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ് മലപ്പുറം ജില്ലയിൽ നാടൻ മീൻ കറി. അത് വല്യമ്മമാർ വെക്കുന്ന ആ മീൻ കറി ഉണ്ടല്ലോ, അപാര ടേസ്റ്റാണ് അതിന്. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നല്ലോണം ആ പച്ചമണം മാറണം. പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മീനെടുത്തിടുക, വേളൂരി മീനെടുത്തിടണം കേട്ടോ. എൻ്റെ ചാനൽ ഞാൻ മുൻപ് പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പക്ഷെ നിങ്ങൾ ഈ മീൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക, പിന്നെ നിങ്ങളെപ്പോഴും എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേപോലെ ഉണ്ടാക്കുക. സ്വന്തമായിട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പുകഴ്ത്തി പറയുന്നതൊന്നല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. പക്ഷെ ഞാൻ എപ്പോഴും വീട്ടിൽ ചെറിയ കുട്ടിയാകുമ്പോഴേ കിച്ചണിലൊക്കെ ഇറങ്ങി സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ ഞാൻ എപ്പോഴും കിച്ചണിലിറങ്ങി എല്ലാവരും കുക്ക് ചെയ്ത് നോക്കും. മലപ്പുറത്ത് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയാലും കോഴിക്കോട് എൻ്റെ ഉപ്പയുടെ വീട്ടിൽ പോയാലൊക്കെ എനിക്കിഷ്ടമാണ് കിച്ചണിൽ ഇറങ്ങി ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ മീൻ കറി അതേ ടേസ്റ്റ് ഉണ്ട്, വലിയമ്മ വെച്ച അതേ ടേസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് മീനിട്ടതിന് ശേഷം അത് വെന്തിട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ചട്ടി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തോണം കേട്ടോ, തൂമിച്ചൊഴിക്കാനാണ്. അതിൻ്റെ മുന്നേ നമ്മൾ എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്തിട്ട് ഉള്ളി ഇതൊക്കെ തൂമിച്ചൊഴിക്കുക കേട്ടോ. ഇത് കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. ഞാൻ ഈ കറി വെച്ചിട്ട് എനിക്ക് ഒരുപാട് ചോറുണ്ടാകാൻ തോന്നുന്നു. ചോറ് വെച്ചിട്ടില്ലായിരുന്നു, പുട്ടിലേക്ക് അത് ഉണ്ടാക്കിയത്. പക്ഷെ പുട്ടിലേക്ക് കഴിച്ചിട്ട് എനിക്ക് പിന്നെ രാത്രി തോന്നുന്നു കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാലോ, അത് നോമ്പല്ലേ, ചോറ് എപ്പോഴെങ്കിലേ വെക്കുള്ളൂ, ചിലവാകില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനൊക്കെ കോരി ഒഴിക്കുക. പക്ഷേ ഇപ്പം തന്നെ വിളമ്പരുത്, ഇങ്ങനെ വെക്കണം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളമ്പാൻ പാടുള്ളൂ.